മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ, വാമന, പരശുരാമ, ശ്രീരാമ, ബലരാമ, ശ്രീകൃഷ്ണ, കൽക്കി രൂപായ നമോ നമഃ എന്ന് പ്രാർത്ഥിക്കാൻ. വേദങ്ങൾ വീണ്ടെടുക്കാൻ മത്സ്യമായി, മന്ദരപർവ്വതത്തെ ഉയർത്താൻ ആമയായി, ഭൂമിദേവി എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിദേവിയെ വീണ്ടെടുക്കാൻ പന്നിയായി. എന്താ പന്നിയായത്? നല്ല മൃഗമൊന്നും ആയില്ല. ഘ്രാണശക്തി ഏറ്റവും കൂടുതൽ പന്നിക്കാണ്. ഭൂമിദേവി എവിടെ ഇരിക്കുന്നു എന്ന് മണത്ത് ചെന്ന് കണ്ടുപിടിക്കണം. കാണുന്ന മലിന വസ്തുക്കളിൽ കൂടി ഊളിയിട്ട് പോകാനുള്ള കഴിവ് പന്നിക്കാണ്. നല്ല മൃഗമായാൽ വഴിയിൽ ഇല്ലാതെയായി പോകും. അപ്പോൾ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് ഏത് രൂപമാകാനും മടിയില്ലാത്ത മഹാവിഷ്ണു. ശക്തനായ അച്ഛനെ കൊന്ന ഭക്തനായ മകനെ രക്ഷിക്കാൻ നരനും നരിയും അല്ലാത്ത നരസിംഹമായി. 3 ലോകവും വാണ മഹാബലിയെ വിനയാന്വിതനായി ചെന്ന എ.കെ.ബി. നരിസറ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. ശ്രീരാമ നവമിയും ശ്രീകൃഷ്ണ ജയന്തിയും ആഘോഷിക്കുന്നത് പോലെ വാമന ജയന്തി ആഘോഷിക്കുന്നില്ല. കൊച്ചുകുട്ടിയായി ചെന്ന് 3 അടി മണ്ണ് ചോദിച്ചു. 3 ലോകവും വാണ ആളിനൊരു ധിക്കാരം. കുട്ടി, 3 അടി മണ്ണോ? 3 രാജ്യം ചോദിക്കൂ. ഗുരുവായൂരിൽ നിന്ന് ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റമായ കായംകുളം പള്ളിക്കൽ പോകാൻ 50 രൂപ വണ്ടിക്കൂലി തരണം എന്ന് വന്നൊരാളിനോട് ചോദിക്കുമ്പോൾ 75,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന എന്നോട് 50 രൂപയാണോ ചോദിക്കുന്നത്? മിനിമം 5,000 രൂപയെങ്കിലും ചോദിക്കുമെന്ന് പറയുന്ന ധിക്കാരം. ഗുരുനാഥൻ ശുക്രാചാര്യർ പറഞ്ഞു, ഈ വന്നു നിൽക്കുന്നത് സാധാരണ കുട്ടിയല്ല, മാധവനാണ് നിൽക്കുന്നത്. എന്നെ പഴി പറഞ്ഞ് കൊടുക്കാതിരിക്കൂ. അതും ധിക്കാരത്തോടെ ഞാൻ പറഞ്ഞതാണെന്ന് പറയുന്ന ആളിനെ പുകഴ്ത്തുന്ന തിരുവോണമാണ് നമ്മൾ കൊണ്ടാടുന്നത്. ആ 10 ദിവസവും അപവാദം കേൾക്കുന്നതെല്ലാം പാവം മഹാവിഷ്ണുവായ വാമനനും ഗോൾ അടിക്കുന്നതെല്ലാം മഹാബലിയും. കലികാല വൈഭവമാണ്. നമ്മുടെ മതത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ സൗകര്യം പോലെ ദുർവ്യാഖ്യാനം ചെയ്താൽ ആരും പറയാനുമില്ല, കേട്ടാൽ നമുക്ക് വലിയ വിഷമവുമില്ല, അനുഗ്രഹം വേണം താനും. അങ്ങനെ ഒരു അവസ്ഥയാണ്. എന്നോട് ആജ്ഞയെ ലംഘിച്ചഹങ്കരിപ്പോരജ്ഞനാം നിന്നുന്നത ഐശ്വര്യങ്ങൾ ഒക്കെ നശിക്കട്ടെ ഈ ക്ഷണം എന്ന് ശുക്രാചാര്യർ ശപിക്കുന്ന മഹാബലി. എവിടെ 3ാമത്തെ അടി എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ്റെ കൊച്ചുമോനായതുകൊണ്ടൊരു കാരുണ്യം ഭഗവാന് തോന്നി എന്ന് നമ്മൾ അറിയുന്നു. ഭക്തപ്രഹ്ലാദൻ്റെ കൊച്ചുമകനായ മഹാബലി. മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹ, വാമന, പരശുരാമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുമ്പോൾ 3 രാമന്മാരെ മസ്തിഷ്കത്തിൽ ചിന്തിക്കണമെന്ന് മള്ളിയൂർ പൊന്നുതിരുമേനി പറയുമായിരുന്നു. 3 രാമന്മാർ: പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ. അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത മകൻ. കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസമെന്ന് തോന്നും. ഈ പറഞ്ഞാൽ കേൾക്കാത്ത ചേട്ടന്മാരെ വെട്ടിക്കൊന്നു. കൃത്യനിഷ്ഠയില്ലാത്ത അമ്മയെ വെട്ടിക്കൊന്നു. എന്താ മോനെ ഞാനിതിന് ചെയ്യേണ്ടത്? ഞാൻ അച്ഛൻ്റെ നിർദ്ദേശം അനുസരിച്ച് കൊന്നവരെ ജീവിപ്പിച്ചാൽ മതി. പിന്നെ ഞാൻ കൊന്നതാണെന്ന് തോന്നുകയും അരുത്, ഉറക്കത്തിൽ നിന്നുണർന്നതുപോലെ തോന്നാവൂ. ജമദഗ്നി ഞെട്ടിപ്പോയി. പരശുരാമൻ: അച്ഛനങ്ങുള്ളിലിച്ഛയെന്നാൽ അതങ്ങിച്ഛയെന്നുറച്ചിടണം അമ്മയും. അടുത്ത രാമൻ. ഒരു രാമൻ്റെ കഴിഞ്ഞതേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞത് അനുസരിച്ച് അച്ഛനെ അത്ഭുതപ്പെടുത്തിയ പരശുരാമൻ കഴിഞ്ഞാൽ 7ാമത്തെ അവതാരം 7ാമത്തെ നക്ഷത്രത്തിൽ ജനിച്ചു, 9ാമത്തെ തിഥിയിലും. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ.
പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി. ശ്രീരാമ നവമി. ശ്രീരാമ പുണർതം എന്നല്ല പറയുന്നത്. നക്ഷത്രത്തേക്കാൾ പ്രാധാന്യം തിഥിക്കുണ്ടെന്ന് വ്യക്തമാക്കിയെങ്കിലും നമുക്കിപ്പോഴും നമ്മുടെ തിഥി അറിയില്ല. അഷ്ടമി രോഹിണി. രോഹിണിയേക്കാൾ പ്രാധാന്യം അഷ്ടമിക്ക്, പുണർതത്തേക്കാൾ പ്രാധാന്യം നവമിക്ക്. ഏകാദശി വ്രതം, ദ്വാദശി വ്രതം, പൗർണമി വ്രതം, അമാവാസ്യ വ്രതം എല്ലാ ദിവസവും നമുക്ക് തിഥിയുമായി ബന്ധപ്പെടുത്തിയാണ്. അപ്പം നമ്മുടെ കൊച്ചുമക്കളുടെ തിഥിയെങ്കിലും നോക്കണം എന്നർത്ഥം. ഇത്ര വലിയ കാര്യങ്ങളാണ് നമുക്ക് ഈശ്വരന്മാർ പകർന്നു തന്നത്. അവിടെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ഇവിടെ അമ്മയോട് പറയുന്നു, അമ്മ സുഖമായി ഇവിടെ കൊട്ടാരത്തിൽ ഇരിക്കുകയല്ലായിരുന്നു. കൈയ്യമ്മയല്ലേ അന്ന് അച്ഛൻ്റെ കൂടെ യുദ്ധത്തിന് പോയത്. അച്ഛൻ യുദ്ധം ചെയ്തിരുന്ന രഥത്തിൻ്റെ അച്ചാണി ഊരിപ്പോയപ്പോൾ ആ പാവം കൈയ്യമ്മ കൈവിരൽ കടത്തിയതുകൊണ്ട് 3 അമ്മമാരും വിധവകളായില്ല. അതുകൊണ്ട് അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞാൻ കാട്ടിലേക്ക് പോവാണ്, ഭരതൻ വരട്ടെ. ഏത് മോൻ പറയും? ഒരു മോനും പറയില്ല, ഇന്നത്തെ കാലത്തും പറയില്ല. അച്ഛനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ചേട്ടനെ രാജാവാക്കാൻ പോയ അനിയൻ. ഇദ്ദേഹമാണോ ചേട്ടാ അച്ഛൻ? പണ്ടങ്ങാണ്ട് 3 സ്ത്രീകളെ ഭാര്യമാരാക്കി വെച്ചിട്ട് അതിലൊരു സ്ത്രീയുടെ സത്യം പരിപാലിക്കാൻ എൻ്റെ പൊന്നു ചേട്ടനെ കാട്ടിൽ പറഞ്ഞയച്ചിട്ട് നാട്ടിൽ പോലും ഇല്ലാത്ത അമ്മാവനായ യുദ്ധാജ്യത്തിനെ കാണാൻ കേകയ രാജ്യത്ത് പോയ ഭരതനെ ആളയച്ചു വിളിപ്പിച്ചൊരുത്തി രാജാവാക്കാൻ തീരുമാനിച്ച സ്ത്രീജിതനും മൂഢനുമായ ഈ അച്ഛനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഞാൻ എൻ്റെ ചേട്ടനെ രാജാവാക്കും. ഇന്ന് കാണാമായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഒരു കാലം കെട്ടിയാൽ മതി, മറ്റേ കാലം ഞാൻ കെട്ടാമെന്ന് പറഞ്ഞിനി. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഓരോ ദിവസവും. നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയുമൊക്കെ ചെയ്യുന്ന എത്രയോ ആളുകൾ അച്ഛനോടും അമ്മയോടും ഉള്ള കടമകൾ നിർവഹിക്കാൻ സാധിക്കാതെ അവരവർക്ക് തോന്നിയതുപോലെ ജീവിക്കുന്ന കാലത്ത് 41ാമത്തെ വർഷവും ഇനി ഇത് നടത്താഞ്ഞതിൻ്റെ കുറവ് കൊണ്ട് ധർമ്മം, ഗുരുത്വം കുടുംബങ്ങളിൽ ഇല്ലാതെ ആവണ്ട എന്ന ചിന്തയുമായി മുടങ്ങാതെ ഒരു സത്രം നടത്തിക്കൊണ്ട് പോവുകയാണ് 41 വർഷമായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും നേടാൻ കഴിയാത്ത പല കാര്യങ്ങളും അറിയാനും അനുഭവിക്കാനും പഠിക്കാനും സമൂഹത്തിൽ ഇങ്ങനെ ഒരു സന്ദേശം ഉണ്ടെന്ന് അറിയിച്ചു കൊടുക്കാനുമുള്ള ഒരു വലിയ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരം. അതുകൊണ്ട് നീ പറഞ്ഞത് തെറ്റാണ്. കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയിൽ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം നിനക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ അച്ഛനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് രാജാവാക്കില്ലല്ലോ. പക്ഷേ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്ക നീ. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം. ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലമാകുന്ന പാമ്പിൻ്റെ വയറ്റിനുള്ളിലേക്ക് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ വയസ്സ് കൂടുന്തോറും ആയുസ് കുറയുന്നു എന്നറിയാതെ ജീവിക്കുന്നത് ധർമ്മമല്ല. ഭരതൻ ആളയച്ച് വിളിപ്പിച്ചു വരുത്തി വന്നപ്പോൾ എന്തെങ്കിലും ശുഭകർമ്മങ്ങൾ നടക്കുന്നു എന്നാണ് അറിഞ്ഞത്. പക്ഷേ മൂകമായ അയോധ്യ. 2 പേരില്ല അവിടെ കൊട്ടാരത്തിൽ. ഒരാൾ എന്നേക്കുമായി പോയി, ഒരാൾ തൽക്കാലത്തേക്കും പോയി. അച്ഛൻ എന്നേക്കുമായി പോയി, ജ്യേഷ്ഠൻ കാട്ടിലേക്കും പോയി. അവിടെ ചെന്ന് ജ്യേഷ്ഠൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ച് 14 കൊല്ലം തികയുന്ന ദിവസം വന്നില്ലെങ്കിൽ ഈ അനിയനോടെ കാണില്ല എന്ന് പറഞ്ഞ് ചേട്ടൻ്റെ പാദുകങ്ങൾ യാചിച്ചു വാങ്ങി ശിരസിൽ വെച്ച് ഭഗവാനെ ജ്യേഷ്ഠനെ പ്രദക്ഷിണം ചെയ്ത് ഭരതൻ ഭരിച്ച ഭാരതത്തിൻ്റെ ഭാസുരഭാവന ഭാരതീയരിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് വിളിച്ചിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭൗതികവും ആധ്യാത്മികവുമായ തലങ്ങളിൽ ഈ 2 പേരെ അനുകരിച്ചാൽ, റോൾ മോഡൽ ആക്കിയാൽ, അംബാസഡർ ആക്കിയാൽ നമുക്ക് ധർമ്മം, ഗുരുത്വം, എളിമ, വിനയം, സേവനം, ത്യാഗം ഇതൊക്കെ ആർജിക്കാം എന്ന് പണ്ടേ പറയുന്ന ഒരു ദർശനം നമുക്ക് കാട്ടിക്കൊടുക്കാൻ സാധിക്കുന്ന ഒരു സത്രം. അതിൽ ചെറുപ്പക്കാരുടെ എണ്ണം തുലോം വിരളമാകുന്നതിന് കാരണം ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടാത്തതാണെന്ന് ധരിക്കുന്ന ഒരു സമ്പ്രദായത്തിലാണ് അവർ അതിനെ കാണുന്നത്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഈ 4 ഘട്ടങ്ങളിൽ ബാല്യകാലത്ത് നാമം ജപിച്ച് യൗവനകാലത്ത് ഈശ്വരീയ ധർമ്മം പുലർത്തി
ആ ധർമ്മത്തെ തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനുള്ള പദ്ധതികൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ധാരാളമുണ്ടെങ്കിലും ദേവാലയങ്ങളിൽ നിന്ന് അത് ആർജിക്കാനോ ഇതുപോലുള്ള സത്രവേദികളിൽ നിന്ന് അത് സ്വീകരിക്കാനോ കഴിയാതെ പോയ കുറവുകൾ പലപ്പോഴും സപ്താഹ നവാഹ വേദികളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇനി വെക്കേഷൻ സമയത്ത് വെച്ചാലും യുവതീ യുവാക്കൾക്ക് അതിൽ പങ്കെടുക്കുവാൻ ഒരു താല്പര്യക്കുറവ് നമ്മൾ വളരെ കാര്യമായി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വരുന്നവർക്കെല്ലാം ഇരിക്കാൻ കസേരയും കഴിക്കാൻ 4 നേരം ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയാലും ഈ ഗ്രന്ഥവുമായി ഇപ്പോൾ നിങ്ങൾ അമ്മമാരും മുതിർന്നവരും വന്നിരിക്കുന്നത് പോലെ എന്ന് നമ്മുടെ യുവതീ യുവാക്കൾ ഈ വേദികളിൽ വന്നിരിക്കുമോ അന്നേ നമ്മുടെ കുടുംബങ്ങളിൽ ഐശ്വര്യമുണ്ടാവൂ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് കഴിയുന്ന അവസരം ഉണ്ടാക്കിയെടുത്താലും അവർ പലപ്പോഴും അതിലൊന്നും താല്പര്യമുള്ളവരല്ല. ഇപ്പോൾ കുളത്തുപുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നമ്മുടെ യജ്ഞം നടക്കുമ്പോൾ നാളെ ശ്രീകൃഷ്ണ ഭഗവാൻ അമ്മയെയും അച്ഛനെയും ഗുരുവിനെയും നമസ്കരിക്കുന്ന ഭാഗം വായിക്കുമ്പോൾ കുട്ടികളെല്ലാം അവരുടെ അമ്മയും അച്ഛനുമൊക്കെയായി വരണം, നാട്ടിലെ അധ്യാപകരെല്ലാം വന്നിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മമാരെല്ലാം തയ്യാറായി പോയി. ഒരമ്മ വന്നപ്പോൾ കൊച്ചുമക്കളൊക്കെ വന്നോ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു വരാൻ. അപ്പോൾ അവർ പറഞ്ഞു, ഇതൊക്കെ ഓൾഡ് ഐറ്റംസ് ആണ് അമ്മ, ഇതൊക്കെ പോയി നിങ്ങൾ കേട്ട് മോക്ഷം ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി, ഞങ്ങൾക്കിതിനൊന്നും സമയമില്ല എന്ന് പറയുന്ന +2 കൊച്ചുമക്കൾ, +2 പഠിക്കുന്ന കൊച്ചുമക്കളുടെ മറുപടിയാണ്. ഇതൊരു ക്രൈസ്തവ കുടുംബത്തിൽ പറയില്ല, ഇതൊരു മുസ്ലിം കുടുംബത്തിലും പറയില്ല. എന്താ കാരണം? ബാല്യം മുതലേ അവർ ആ ദേവാലയങ്ങളിൽ അവരുടെ മാതാപിതാക്കളോടൊപ്പം പോയി നിന്ന് ഒന്നും മനസ്സിലായില്ലെങ്കിലും അതെല്ലാം ഈ ചെവികളിലൂടെ കേട്ട് മസ്തിഷ്കത്തിൽ മുഴുവൻ അത് നിറച്ച് മനസ്സിൽ അതിൻ്റെ വക്താക്കളായി മാറിയതിൻ്റെ ഒരു ഐശ്വര്യം അവർക്കുള്ളത് കൊണ്ട് ഞങ്ങളതിലൊക്കെ പങ്കെടുക്കാമെന്ന് പറഞ്ഞ് വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒരു യജ്ഞം സംഘടിപ്പിക്കുവാനും ആ യജ്ഞത്തിൽ ആളുകളെ സംഘടിപ്പിക്കുവാനും പ്രഭാഷകന്മാരെ കണ്ടെത്തുവാനും വരുന്നവർക്ക് വേണ്ട ചെറിയ സൗകര്യങ്ങൾ ഒരുക്കുവാനുമൊക്കെ വലിയ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നാരായണസ്വാമിയൊക്കെ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ആളുകളെ കൊണ്ടുവരണം, സമയത്ത് ഇത് നടന്നു പോകണം, വരുന്നവർക്ക് ഭക്ഷണം ഒരുക്കണം, എല്ലാം ഒരു സ്ഥലത്തെ സംഘാടകരെ കൂടി ഒരുമിച്ച് ചേർത്ത് ഒരു വീട്ടിലൊരു കാര്യം നടത്തുന്നതിന് ഇത്രയും പ്രയാസമില്ല. ഒരു സമൂഹത്തിൽ അത് ആവിഷ്കരിക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് ബാധ്യതയുണ്ടെന്ന് ചിന്തിക്കുവാനും അതിൽ പങ്കാളികളാകാനും ഇപ്പം ഈ ഇരിക്കുന്നവരൊക്കെ ചെയ്യുന്ന ഈ കർമ്മത്തിൻ്റെ ഫലം നിശ്ചയമായും നമ്മുടെ അടുത്ത ഒരു 7 തലമുറയ്ക്ക് ലഭിക്കും എന്നുള്ള ആത്മവിശ്വാസവുമാണ് ഈ വക കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകുന്നതിന് കാരണം. 5 മണിക്ക് നാമജപത്തോടുകൂടി ഉണരുന്ന ഒരു യജ്ഞവേദിയിൽ ഇടവേളകളില്ലാതെ അനവരതം അനിശ്യൂതം അവിരാമം അഭംഗുരം ഇങ്ങനെ പല പല ചർച്ചകൾ കേട്ട് 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 12 ദിവസം നമ്മുടെ മനസ്സും മസ്തിഷ്കവും, മനസ്സെന്ന് പറയുന്ന അവയവം ശരീരത്തിലില്ല, മസ്തിഷ്കം ഉണ്ട് താനും. ബാക്കി ഏത് അവയവവും എടുത്തു കൊടുക്കാൻ പറഞ്ഞാൽ ദാനം ചെയ്യാം, പക്ഷെ മനസ്സെന്ന് പറയുന്ന ഒരു അവയവം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെ കേന്ദ്രീകരിച്ചാണ് എല്ലാം നടക്കുന്നത്. നമ്മളിവിടെ ഇരിക്കുന്നുവെങ്കിലും നോക്കുന്നത് ഒന്നിലേക്കാണെങ്കിലും മനസ്സെവിടെയാണെന്ന് ആ ആളിന് മാത്രമേ അറിയാവൂ. ഒരർത്ഥം മരണമാണ് ഉറക്കം. അത് 2, 3, 4 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ ഉണർന്ന് ഈശ്വരീയ കർമ്മങ്ങളിലേക്ക് വ്യാപൃതരായി നമ്മൾ കുറേ സമ്പത്ത് നേടിയതുകൊണ്ടോ കുറേ വിദ്യാഭ്യാസം നേടിയതുകൊണ്ടോ മാത്രം മനുഷ്യനാവുന്നില്ല. അവൻ അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ, അനുഭവിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഉണ്ടെന്ന് അറിയിച്ചു കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതിൽ നമ്മൾ പങ്കാളികളായോ? ഈ കലിയുഗത്തിൽ ഒരു നാമം ജപിച്ചാൽ മതി, ഒരുപാട് നാമമൊന്നും ജപിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ നാമം ശബരിക്കും ഹനുമാൻ സ്വാമിക്കും രാമ എന്ന 2 അക്ഷരമല്ലാതെ, ആ ഒരു നാമമല്ലാതെ രണ്ടാമതൊരു നാമമോ മൂന്നാമതൊരു അക്ഷരമോ അറിയില്ലായിരുന്നു. നാരായണ എന്ന 4 അക്ഷരമല്ലാതെ 5ാമതൊരു അക്ഷരമോ രണ്ടാമതൊരു നാമമോ ഭക്തപ്രഹ്ലാദന് അറിയില്ലായിരുന്നു. ഒന്നമോ ഭഗവതേ വാസുദേവായ എന്ന 12 അക്ഷരമല്ലാതെ 13ാമതൊരു അക്ഷരമോ രണ്ടാമതൊരു നാമമോ ധ്രുവന് അറിയില്ലായിരുന്നു. നമുക്കൊക്കെയോ ഇതൊഴിച്ച് ബാക്കിയെല്ലാം അറിയാം. അവരുടെ മുന്നിൽ ഈശ്വരൻ വന്നില്ലേ? ഞാനാണ് നാരായണൻ, നീ എന്തിനാ പേടിക്കുന്നേ എന്ന് പ്രഹ്ലാദനോട് ചോദിക്കുകയാണ്. ധ്രുവൻ്റെ ശിരസിൽ കൈവച്ച് ഞാനാണ് വാസുദേവൻ എന്ന് പറയുമ്പോഴാണ് ധ്രുവൻ കാണുന്നത്.
മുഖത്ത് നോക്കിയാൽ കണ്ണുനീർ വരും എന്നുള്ളത് കൊണ്ട് എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിയും ബാഷ്പവാരി പരിപൂർണലോചനം മരുതിയും നമത രാക്ഷസാന്തകം. ആലോചിച്ച് നോക്കൂ. വിജയപ്രദ സ്തോത്രം എന്നൊരു പുസ്തകമുണ്ട്, നിങ്ങളത് കിട്ടിയാൽ വാങ്ങണം. വിജയപ്രദ സ്തോത്രം. ഇപ്പം ശ്രീരാമചന്ദ്രൻ ഹനുമാൻ സ്വാമിയെ ലങ്കയിലേക്ക് അയക്കുന്നു. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്തോത്രമുണ്ട്. ആ സ്തോത്രം പരമശിവൻ്റേതാണ്. ഞാൻ ഗുരുവായൂരപ്പൻ്റെയും പെരുന്തട്ട മഹാദേവൻ്റെയും മധ്യത്തിൽ നമ്മൾ ഈ ഭദ്രദീപ പ്രതിഷ്ഠ ഉൾപ്പെടെ ഇന്ന് 9-ാം ദിവസമാണ്. ഒരു നവാഹമാണെങ്കിൽ പൂർത്തീകരിക്കേണ്ട ദിവസമാണ്. ഈ 9 ദിവസമായി ഇരിക്കുന്നതിൻ്റെ ഒരു കാര്യം ചിന്തിച്ചതാണ് ഇവിടെ ഇരുന്നുകൊണ്ട്. അപ്പോൾ പരമശിവൻ്റെ നാമമാണ് പറഞ്ഞു കൊടുക്കുന്നത്. കേശാദിപാദ വർണ്ണനയാണ്. കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ അർജുനനോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ്, നീ ഹനുമാനെ ഒന്നും മനസ്സിൽ ചിന്തിക്കൂ, വരട്ടെ. അപ്പോൾ അർജുനൻ ചിന്തിച്ചു. ഹനുമാൻ സ്വാമി വന്നപ്പോൾ അർജുനൻ പറയുകയാണ്, ഈ ലങ്ക കടക്കാൻ കഴിഞ്ഞ അവതാര കാലത്ത് ശ്രീരാമസ്വാമി അങ്ങേക്ക് പറഞ്ഞു തന്ന മന്ത്രം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അതെന്തിനാ ഞാൻ പറയുന്നത്? പെട്ടെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് പറഞ്ഞു, അതെനിക്കൊന്ന് കേൾക്കണം. പെട്ടെന്ന് ദർശനം കൊടുത്ത സമയത്ത് ഹനുമാൻ സ്വാമി ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞു എന്നാണ്. പെട്ടെന്നാണ് ചിന്തിച്ചേ, അയ്യോ ഇത് ശ്രീകൃഷ്ണനാണല്ലോ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ കഴിഞ്ഞ അവതാര കാലത്ത് ഞാൻ പറഞ്ഞു തന്ന ആ നാമം ഒന്ന് പറയൂ. അപ്പോൾ ഹനുമാൻ സ്വാമി പറയും, അത് അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്, അത് അങ്ങയ്ക്ക് അറിയാമല്ലോ, പിന്നെന്തിനാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്? അല്ല, അത് അങ്ങ് പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ വീണ്ടും അന്നത്തെ ഈ നാമം പറയുന്നു. പുസ്തകത്തിൻ്റെ പേര് വിജയപ്രദ സ്തോത്രം എന്നാണ്. അപ്പോൾ ഇത് പറഞ്ഞ് കഴിഞ്ഞിട്ട് പറഞ്ഞു, ശരി, അങ്ങ് ഇവിടെ ഈ യുദ്ധം തീരുന്നത് വരെ ഇരുന്നോളൂ. അത്ര പ്രചാരം ലഭിക്കാത്ത ഒരു കാര്യമാണിത്. ഈ യുദ്ധം തീരുന്നത് വരെ അങ്ങ് ഈ രഥത്തിൽ ഇരുന്നോളൂ. പെട്ടെന്ന് രഥത്തിൽ കൊടിയടയാളമായി വസിച്ചു എന്നാണ്. അപ്പോൾ ഓരോ ദിവസവും ഈ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഹനുമാൻ സ്വാമി. യുദ്ധം ഇത്രയും നീട്ടിക്കൊണ്ട് പോയതും ഹനുമാൻ സ്വാമിയാണെന്ന് അത്രയും ദിവസം കാണാമല്ലോ. 17ാമത്തെ ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറഞ്ഞു, നീ അപ്പുറത്ത് നിൽക്കുന്ന 2 പേരോടുള്ള വിരോധം മാറ്റണം, ഇല്ലെങ്കിൽ ജയിക്കാൻ സാധിക്കില്ല. ആരോടുള്ള വിരോധം? ഭീഷ്മരോടും ദ്രോണാചാര്യരോടുമുള്ള വിരോധം. അല്ല, അത് അവർ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് എനിക്കെതിരെ നിൽക്കുന്നതിൻ്റെ വിരോധമാണ്. അല്ല, അവരിങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ശത്രുപക്ഷത്താണെങ്കിലും എന്നോട് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അർജുനൻ അറിയാമോ? യുദ്ധത്തിൽ നീ ജയിക്കണമെന്നാണ്. അർജുനൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അതുവരെ വിരോധമായിരുന്നു ഭീഷ്മപിതാമഹനോടും ദ്രോണാചാര്യരോടും. നീ മനസ്സുകൊണ്ട് ആ വിരോധം മാറ്റിയില്ലെങ്കിൽ നിനക്ക് ജയിക്കാൻ സാധിക്കില്ല. അതേ ദിവസം തന്നെ ദ്രൗപദിയോട് പറഞ്ഞു, പാഞ്ചാലിയോട് പറഞ്ഞു, നീ അപ്പുറത്ത് പോയി ഭീഷ്മപിതാമഹൻ്റെ പദാരവിന്ദങ്ങളിൽ നമസ്കരിക്കണം. അത് വലിയ ഇഷ്ടം തോന്നിയില്ല പാണ്ഡവന്മാർക്കും ദ്രൗപദിക്കും. ദ്രൗപദിയോട് പോകൂ എന്ന് പറഞ്ഞു. മനസ്സോടെ പോയി. ദ്രൗപദി ചെന്ന് നമസ്കരിച്ചു. ഭീഷ്മപിതാമഹൻ 2 കൈകളും ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് എന്തോ പറഞ്ഞു. പറഞ്ഞത് ഇപ്പുറത്ത് നിൽക്കുന്ന പാണ്ഡവന്മാർക്ക് കേൾക്കാൻ സാധിക്കില്ലല്ലോ. ഭഗവാൻ അറിയാമായിരുന്നു എന്താ പറഞ്ഞതെന്ന്. മടങ്ങി വന്നു. വലിയ തൃപ്തിയോടൊന്നും അല്ല വന്നേ പാഞ്ചാലി. എൻ്റെ പാണ്ഡവന്മാർക്കെതിരെ നിൽക്കുന്ന ആളിനെ നമസ്കരിക്കാൻ വിട്ടിരിക്കുന്നു എന്ന ചിന്തയായിരുന്നു. പാണ്ഡവന്മാർ കേൾക്കെ ചോദിച്ചു, ദ്രൗപദി എന്താ ഭീഷ്മപിതാമഹൻ നിന്റെ ശിരസിൽ കൈവച്ച് എന്തോ പറഞ്ഞത്? ദീർഘസുമംഗലീ ഭവാന്ന്. ഇനി ആര് വിചാരിച്ചാലും പാണ്ഡവന്മാരെ വധിക്കാൻ സാധിക്കില്ല. അപ്പോഴാണ് പാണ്ഡവന്മാർക്ക് തോന്നിയത് അതിനായിരുന്നല്ലോ വിട്ടതെന്ന്.
നമ്മളിപ്പോൾ അവതാരം മുതൽ രാസക്രീഡ വരെയുള്ള കാര്യങ്ങളും ഇനി രുക്മിണീ സ്വയംവരവും വിവിധ കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഈ മണ്ണിൽ ജനിച്ച് മധുരയിൽ ജനിച്ച് അമ്പാടിയിൽ വളർന്ന് വൃന്ദാവനത്തിലൂടെ തിരികെ മധുരയിൽ വന്ന് കംസനെ വധിച്ച് അനേകം ദുഷ്ടന്മാരുടെ ശത്രുവായും അനേകം ശിഷ്ടന്മാരുടെ മിത്രമായും ഇന്നും ശരീരമില്ലെങ്കിലും നമ്മെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭഗവാന്റെ ജീവചരിത്രമാണ് ഈ വായിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരിക്കുന്ന ഒരു ഡയറി കുറിപ്പാണ്. ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന ശ്രീരാമചന്ദ്രൻ്റെയും ദ്വാപരയുഗത്തിൽ ജീവിച്ചിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെയും ജീവിതഗാഥ രാമായണത്തിലൂടെ മഹാഭാരതത്തിലൂടെ ഭാഗവതത്തിലൂടെ ചർച്ച ചെയ്ത് വായിക്കുന്നത് കേട്ട് അവരവരുടെ മനസ്സിലുണ്ടാവുന്ന അനുഭൂതിയുടെ തരംഗങ്ങൾ രോമാഞ്ചമായും ഗദ്ഗദമായും കണ്ണുനീരായും ഒക്കെ ഈ നശിച്ചു പോകുന്ന മാംസപിണ്ഡത്തിൽ ഇരിക്കുന്ന പരമാത്മാവിനെ തേജോമയമാക്കാൻ ഉപയോഗിക്കുന്നെങ്കിൽ അതിനൊരു ഫലം നിശ്ചയമായും ഉണ്ട് എന്ന് ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണമെന്ന് ഞാൻ വിനയപുരസ്സരം അപേക്ഷിക്കുകയാണ്. ഈശ്വരീയ ധർമ്മത്തിന് വലിയ ശക്തിയാണ്. ബൈബിളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്രൈസ്തവർക്കാർക്കും പറഞ്ഞു കൊടുക്കണ്ട. കാരണം എല്ലാ വീട്ടിലും ആ ഗ്രന്ഥമുണ്ട്, അത് പാലിക്കുന്നവരാണ് എല്ലാവരും. ഖുർആൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുസ്ലിം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ പുരുഷന്മാരെല്ലാം മോസ്കുകളിലാണ്, സ്ത്രീകളെല്ലാം വീട്ടിലിരിക്കുകയാണ്. നമ്മുടെ പുരുഷന്മാരെല്ലാം വീട്ടിലിരിക്കുകയും സ്ത്രീകളെല്ലാം അമ്പലത്തിൽ വരികയും ചെയ്യുന്നതാണ് നമ്മുടെ രീതി. ഇവിടുത്തെ നിങ്ങളുടെ ഒന്നും കാര്യമല്ല, അല്ലാതൊരു മഹാഭൂരിപക്ഷം. ഇതൊന്നും പുരുഷന്മാരുടെ ജോലി അല്ല എന്ന് ധരിക്കുന്ന നിരീശ്വരവാദവും യുക്തിവാദവും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ. രാഷ്ട്രീയവും ജാതിയും ഒക്കെയാണ് നമ്മുടെ ഒക്കെ സമൂഹത്തിലുള്ളത്. അതൊക്കെ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പം ഗുരുവായൂരെ പോലൊരു ക്ഷേത്രം, ഇത്രയും ആളുകൾ വന്ന് തലേ ദിവസമേ കാത്തു നിന്ന് തൊഴുന്ന ഒരു ക്ഷേത്രം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? മറ്റ് മതങ്ങളിലൊക്കെ ഉള്ളവരുടെ ക്ഷേത്രങ്ങളിൽ ഒരു പ്രത്യേക ദിവസം മാത്രമേ ഉള്ളൂ തിരക്ക്. നമുക്കങ്ങനെയല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. തിരുപ്പതി പോലൊരു ക്ഷേത്രം, ഗുരുവായൂർ പോലൊരു ക്ഷേത്രം, ഇവിടെ ഇങ്ങനൊരു ക്ഷേത്രം നിർമ്മിക്കാൻ ആധുനിക കാലത്ത് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ എത്ര പ്രാധാന്യം! നിരീശ്വരവാദവും യുക്തിവാദവും ഒക്കെ വളർന്നു വരുമ്പോഴും ഭക്തന്മാരുടെ തിരക്കൊരിടത്തും അവസാനിക്കുന്നില്ല. പൂർവികന്മാരെ സങ്കല്പിച്ച് ബലിയിടുന്നതിൻ്റെ എണ്ണം കുറയുന്നില്ല. ഇതൊക്കെ വർദ്ധിക്കുന്നതേ ഉള്ളൂ എന്ന് ചിന്തിക്കുമ്പോഴും ഇതൊക്കെ 100% ആളുകൾ ഏറ്റെടുത്ത് ജാതി ചിന്തയും രാഷ്ട്രീയ ചിന്തയും ഒക്കെ പുറത്തു വെച്ച് ഒന്ന് സ്വീകരിക്കുന്ന ഒരു നല്ല കാലം കലിയുഗത്തിൽ വരുമെന്ന് നമുക്കൊക്കെ പ്രത്യാശിക്കാം. കലിയുഗത്തിൽ നാമജപം മാത്രം മതി, ക്ഷേത്ര ദർശനം മാത്രം മതി എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെ ഒരു ഈശ്വരൻ ജീവിച്ചിരുന്നു. ഗുരുത്വം എന്താണ്, വിനയം എന്താണ്, എളിമ എന്താണ്, സേവനം എന്താണ്, ത്യാഗം എന്താണ്, എന്തെല്ലാം ഉണ്ടെങ്കിലും ഈശ്വരാധീനത്തിലല്ല അവൻ്റെ ജീവിതമെങ്കിൽ അവൻ തകർന്ന് തരിപ്പണമാകുമെന്ന് പഠിപ്പിച്ച 2 ഗ്രന്ഥങ്ങളല്ലേ രാമായണവും ഭാഗവതവും. എന്നാലോചിച്ച് നോക്കൂ. ആൾക്കൂട്ടം, അധികാരം, ആൾബലം എല്ലാം ഉണ്ടായിട്ടും ലങ്ക തകർന്ന് തരിപ്പണമായില്ലേ? കംസന് ആരുമല്ലാതായില്ലേ? കംസന്റെ ഭാര്യമാരുടെ അസ്ഥിയുടെയും പ്രാപ്തിയുടെയും അച്ഛനായ ജരാസന്ധന്റെ നഗരം ഒന്നുമല്ലാതായി തീർന്നില്ലേ? ശിശുപാലന്റെ നഗരം ഒന്നുമല്ലാതായി തീർന്നില്ലേ? ഒന്നുമില്ലായിരുന്നെങ്കിലും ഈശ്വരവിശ്വാസത്തിൽ മക്കളെ വളർത്തിയ കുന്തിദേവിയുടെ മക്കൾക്ക് പ്രിയങ്കരനായി ഭഗവാൻ മാറിയില്ലേ? എൻ്റെ ഭർത്താവിന് കണ്ണ് കാണില്ല, അതുകൊണ്ട് ഞാനും കണ്ണ് കെട്ടിയിരുന്നേക്കാമെന്ന് ചിന്തിക്കുന്നതിനപ്പുറത്ത് കണ്ണ് തുറന്ന് അവരെ വളർത്തേണ്ടത് എൻ്റെ കടമയാണെന്ന് ഗാന്ധാരി ചിന്തിക്കാഞ്ഞതിൻ്റെ കുറവുകൾ നമ്മൾ കണ്ടില്ലേ? അപ്പം ഈ ആധുനിക സമൂഹത്തിലും ഇവരൊക്കെ നിലനിൽക്കുന്നവരാണ്. അതിൽ ഞാനാരാണെന്ന് പഠിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്വം നമ്മുടെ കുടുംബങ്ങളിൽ, മോനെ ഭാഗവതത്തിലെ ഒരധ്യായം വായിച്ചിട്ട്, ഭഗവത്ഗീതയിലെ ഒരധ്യായം വായിച്ചിട്ട്, രാമായണത്തിലെ 1 പേജ് വായിച്ചിട്ടേ നീ കിടക്കാവൂ. അമ്മയും അച്ഛനും ഒന്നും എന്നും കാണില്ല. പക്ഷേ ഭഗവാൻ നിൻ്റെ കൂടെ ഉണ്ടാകണമെങ്കിൽ ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പണ്ടൊക്കെയും
കൊച്ചുമക്കൾക്കും മക്കൾക്കും പറഞ്ഞു കൊടുക്കാനുള്ള അധികാരം അമ്മുമ്മമാർക്കും അപ്പൂപ്പന്മാർക്കും അമ്മയെക്കാളും അച്ഛനേക്കാളും ഉണ്ടായിരുന്നു. ഇന്ന് അതും ഇല്ലാതായിരിക്കും. നമ്മുടെയൊക്കെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് മനസ്സിലാവുന്നതാണ്. ഇന്ന് അതിനുള്ള അധികാരവും ഇല്ല. ഇതൊക്കെ നമ്മുടെ കുറവുകളായി കണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്താർജിക്കാൻ ഇതേപോലെയുള്ള സത്രവേദികളിൽ സാധിക്കും. എന്നിട്ട് ഈ വിജയപ്രദ സ്തോത്രത്തിൽ ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് ഹനുമാൻ സ്വാമി ഈ അവതാരകാലത്തെ ശ്രീകൃഷ്ണനെയും കൂടെ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ച് ഹിമാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഹനുമാൻ സ്വാമി ഈ അവതാരത്തിലും കണ്ടു എന്ന് പറയുന്ന ഒരു ഭാഗം ഗുരുവായൂർ പുസ്തകശാലയിലൊക്കെ അന്വേഷിച്ചാൽ അത് കിട്ടിയേക്കാം. എന്നിട്ട് ആ ഗ്രന്ഥത്തിലാണ് രാമായണത്തിൽ ഹനുമാൻ സ്വാമിക്ക് അങ്ങോട്ട് പോകുന്ന സമയത്തൊരു അടയാളവാക്യം ശ്രീരാമചന്ദ്രൻ പറഞ്ഞു കൊടുക്കും. അത് രാമായണത്തിലില്ല. സീതാദേവി ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതേ രാമായണത്തിലുള്ളൂ. കാകവൃത്താന്തം. ഭഗവാൻ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിയപ്പോൾ ദേവേന്ദ്രൻ്റെ മകൻ ജയന്തൻ കാക്കയായി വന്നതും പലല ശകലങ്ങൾ, പലലം എള്ളുണ്ടയാണ്, അതിനൊക്കെ ദുർവ്യാഖ്യാനം നടത്തുന്നവരുണ്ട് നമ്മുടെ ആളുകൾ. പലലം എള്ളാണ്. ഒരു വാക്കിന് പല അർത്ഥങ്ങളില്ലേ, സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മാറും. എനിക്ക് നവജാത ശിശു പിറന്നു എന്ന് പറഞ്ഞാൽ നവം പുതിയതാണ്. നവജാത ശിശുവിനെ കാണാൻ വന്നയാൾ 8 കുട്ടികൾ എന്തിയെന്ന് ചോദിച്ചാൽ കുഴഞ്ഞു പോയില്ലേ. നവജാത ശിശു പിറന്നു എന്ന് പറഞ്ഞാൽ സംസ്കൃത അധ്യാപകനായിരുന്നു. നവം പുതിയത്. കാണാൻ വന്നയാൾ ഒരു കുട്ടിയെ കണ്ടുള്ളൂ, ബാക്കി 8 കുട്ടികൾ എന്തിയെ എന്ന് ചോദിച്ചാൽ കുഴഞ്ഞു പോകും. അദ്ദേഹം നവധാന്യം എടുത്തു കൊടുക്കുന്ന ആളായിരുന്നു. അവിടെ നവത്തിന് 9 അർത്ഥം. അതുപോലെയാണ് ഓരോന്നും. മോനെ, നമ്മുടെ പുരയിടത്തിൽ പൈ കയറിയ മക്കളെ, പൈ പശുവാണ്. നീ സ്കൂളിൽ പോവാണോ, പോക്കറ്റിൽ ഒരു പയ്യം ഇല്ലല്ലോ എന്ന് വെച്ചാൽ പശു ഇല്ലല്ലോ എന്നാണോ? അല്ല, പൈസയാണ്. ഗുരുവായൂരിൽ ആ പയ്യയുടെ കടയിൽ പോയി ഒരു കരി വാങ്ങിച്ച് പെരുന്തട്ടയിൽ സമർപ്പിക്കുക. പൈ ആൻഡ് ബ്രദേഴ്സ് ഹോൾസെയിൽ റൈസ് മർച്ചൻ്റാണ് പൈ. ഇതെല്ലാം കേട്ട കുട്ടി സ്കൂളിൽ ചെല്ലുമ്പം മാത്തമാറ്റീഷ്യൻ പൈ ആർ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ പൈ ഈസ് ഈക്വൽ ടു 3.14 ആണ്. സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മാറും. പാലിക്കുന്നത് കൊണ്ട് പതി, രമിപ്പിക്കുന്നത് കൊണ്ട് രമണൻ, കാന്തിയുള്ളവനായതുകൊണ്ട് കാന്തൻ, പ്രിയപ്പെട്ടവനായതുകൊണ്ട് പ്രിയൻ, ഭരിക്കുന്നത് കൊണ്ട് ഭർത്താവ്. പഞ്ചാലി 5 ഭർത്താക്കന്മാർ എന്ന് വെച്ചാൽ ഹസ്ബൻഡ് എന്ന അർത്ഥത്തിലല്ല. അപ്പൊ 16,008 നാരായണീയം എത്രയോ സമയം വായിച്ചു. വിലസദ് ഉപനിഷ സുന്ദരീ മണ്ഡലൈശ്ച 16,008 ഉപനിഷത്തുക്കളോടൊപ്പം രമിച്ച, അതിനെ ഭരിച്ച ഭർത്താവ്. ഭൂമി ഭർത്ത പിതാ നാരീജിതനല്ല, കാമിയുമല്ല, മൂഢാത്മാവുമല്ല, കേൾ എന്ന് ലക്ഷ്മണനോട് ശ്രീരാമേന്ദ്ര ഭഗവാൻ പറയുന്നില്ലേ? ഭൂമി ഭർത്താവ് എന്ന് വെച്ചാൽ ഭൂമിയുടെ ഹസ്ബൻഡ് എന്നാണോ? അല്ല. ഇനി ഇതിനെയൊക്കെ കുറ്റം പറയുന്ന മിസ് ഇൻ്റർപ്രിട്ടേഷൻസ്, ദുർവ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നവർ ഇതിലെ നന്മയെ അങ്ങ് അംഗീകരിച്ചാൽ പോരെ. ഇതിനെപ്പറ്റി എന്തിനാണ് കുറ്റം പറയുന്നത്? ക്ഷീരമുള്ളൊരകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. നരകാസുരൻ്റെ തടവറയിൽ കിടന്ന 16,000 പേരെ ശ്രീകൃഷ്ണ ഓസ്കാർ ഭവന നിർമ്മാണ പുനരധിവാസ പദ്ധതി പ്രകാരം അവർക്ക് ഷെൽട്ടറുകൾ നിർമ്മിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം ഭാര്യമാരാണോ? അവരെല്ലാം ഭരിച്ചവനാണ് ഭർത്താവ്. ഇനി ഒന്നുള്ളതിനെ നോക്കാൻ കഴിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുന്നവർ ഇനി 16,008 പേരെ സംരക്ഷിച്ചെങ്കിൽ തന്നെ അദ്ദേഹത്തെ ആരാധിച്ചൂടെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതിലൊന്നും കുറ്റം കാണാതെ ഇതിൻ്റെയൊക്കെ നന്മകൾ എന്താണെന്ന് പഠിച്ച് തനിക്ക് സ്വീകരിക്കേണ്ടത് എന്താണെന്ന് പഠിക്കാൻ സാധിക്കണം. അപ്പൊ ഈ വിജയപ്രദ സ്തോത്രത്തിലാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞു വിടുന്ന അടയാളവാക്യം ഉള്ളത്. പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കുന്ന ഒരു അവസരം വരുമ്പോൾ ഒരു പുതിയ കാര്യം പറയണേ എന്നൊരു അമ്മ എന്ന് പറഞ്ഞതുപോലെ ഇതൊരു പുതിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ പുസ്തകം വാങ്ങണം, വിജയപ്രദ സ്തോത്രം. രാമായണത്തിലില്ല ശ്രീരാമചന്ദ്രനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്ന അടയാളവാക്യം. ശ്രീരാമചന്ദ്രൻ്റെ നാമം എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്ന മഹാദേവൻ എപ്പോഴും രാമ രാമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ആ അടയാളവാക്യം? വിവാഹം കഴിഞ്ഞ് പാദനമസ്കാരത്തിനായി സീതാദേവി
ഹനുമാനെ എൻ്റെ പാദത്തിൽ നമസ്കരിക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു. എന്താ ദേവി കൈ പിൻവലിച്ചത് നമസ്കരിക്കാതെ എന്ന് ശ്രീരാമചന്ദ്ര ഭഗവാൻ ചോദിച്ചപ്പോൾ, നാഥ നമസ്കാരം, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങയുടെ ചരിത്രം കേട്ടിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പ് അങ്ങ് കാട്ടിലൂടെ നടന്നു പോയപ്പോൾ ഒരു പാറക്കല്ലിൽ അങ്ങയുടെ പാദം തൊട്ടപ്പോൾ അതിസുന്ദരിയായ സ്ത്രീയായി മാറി എന്ന് കേട്ടിട്ടുണ്ട്. അഹല്യ. അച്ഛൻ ജനകൻ ഈ 10 വിരലിൽ എനിക്ക് ഇട്ട് തന്നിരിക്കുന്നത് ഗോമേതകം, മരതകം, മാണിക്യമൊക്കെയാണ്. ഒരു പാറക്കല്ല് അതിസുന്ദരിയായ സ്ത്രീയായി മാറിയെങ്കിൽ ഈ മരതകവും മാണിക്യവും രത്നവും മുത്തും പവിഴവുമൊക്കെയുള്ള 10 മോതിരമടങ്ങിയ എൻ്റെ 10 വിരലുകൾ അവിടുത്തെ പാദങ്ങളിൽ ഞാൻ വെക്കുമ്പോൾ അതിസുന്ദരിമാരായ 10 സ്ത്രീകൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടായാൽ എന്താവും ഗതി എന്നോർത്ത് ഞാൻ കൈ പിൻവലിച്ചതാണ്. പെട്ടെന്ന് ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ തോളിൽ തട്ടിക്കൊണ്ട് പറയും, ദേവി 10 അല്ല 20 സുന്ദരിമാരായ സ്ത്രീകൾ ഇവിടെ ഉണ്ടായാലും ഭാര്യ എന്ന നിലയിൽ ദേവി മാത്രമേ എൻ്റെ കൂടെ കാണൂ. ഇതാണ് ഏകപത്നി വ്രതം. ഇത് ഈ വിജയപ്രദ സ്തോത്രത്തിൽ മാത്രമേ ഉള്ളൂ. രാമായണത്തിലില്ല, നമ്മൾ എവിടെ പരിശോധിച്ചാലുമില്ല. രാമായണം നമ്മൾ നോക്കൂ. ഇത് എനിക്കും ദേവിക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് അവിടെ ചെന്ന് ദേവിയോട് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞതാണ് എന്ന് നിനക്ക് ബോധ്യപ്പെടും. ഹനുമാൻ സ്വാമി വളരെ സന്തോഷത്തോടു കൂടി ആ അടയാളവാക്യം സ്വീകരിച്ച് ലങ്കയിൽ ചെന്ന് ആ വിവരം പറയുകയും അങ്കുലീയം നൽകുകയും തിരിച്ച് ദേവി പറഞ്ഞുവിട്ട കാകവൃത്താന്തം ഇവിടെ വന്ന് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞതുമായാണ് ചരിത്രം. അത് പറഞ്ഞപ്പോൾ കണ്ടേൻ സീതയെ, സീതയെ കണ്ടു എന്നല്ല പറഞ്ഞത്, കണ്ടേൻ സീതയെ. അങ്ങനെ ആരെങ്കിലും പറയുമോ? തിരുവനന്തപുരത്ത് പോയിട്ട് മുഖ്യമന്ത്രിയെ കണ്ടു, ഡൽഹിയിൽ പോയിട്ട് പ്രധാനമന്ത്രിയെ കണ്ടു, അല്ലാതെ കണ്ടേൻ പ്രധാനമന്ത്രിയെ, കണ്ടേൻ മുഖ്യമന്ത്രിയെ എന്ന് പറയില്ല. അതിനും ആചാര്യന്മാർ പറഞ്ഞു, ഹനുമാൻ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ശബ്ദം, ശ്രുതി, വ്യാകരണം ഇതൊക്കെ സൂര്യദേവനിൽ നിന്ന് പഠിച്ചയാളാണ്. ആരെയാണ് കണ്ടതെന്ന് ഇരിക്കുന്നവർക്കെല്ലാം അറിയാം, ആരെയാണ് കാണാൻ പോയതെന്നും അറിയാം. സീതയെ കണ്ടു എന്ന ആ ഒരു നിമിഷം കണ്ടെന്നാണോ കണ്ടില്ലെന്നാണോ പറയാൻ വരുന്നത്? അങ്ങനെ ഒരു ആശങ്ക വേണ്ട. അതുകൊണ്ട് കണ്ടേൻ. ആരെ എന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിലും അറിയാം. ഉരസി മുഹുരഭി മുഹുരണച്ചു പുൽകീടിനാൻ ഓർക്കടോ മാരുതപുത്ര ഭാഗ്യോദയം. ഭുവനതലം അതിൽ ഒരുവൻ ഇങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യ ഉഖ സൗഭാഗ്യമുണ്ടായടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമായണത്തിലെ ആ സുന്ദരകാന്ഡം പൂർത്തീകരിക്കുന്നത്.